രാജീവ് ചന്ദ്രശേഖർ ചെറിയ മീനല്ല എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ കൊടുത്തിട്ടുള്ളത്, തമ്പന്നെ കൊടുത്തിട്ടുള്ളത്. തീർത്തും ഒരു ചെറിയ മീനല്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ ഫുൾ സപ്പോർട്ടും അദ്ദേഹത്തിന് ഉണ്ട്. എന്തും കൊടുത്ത് പ്രസ്ഥാനത്തെ നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്തിക്കാൻ മാനസികമായിട്ട് തയ്യാറായിട്ടുള്ള ഒരു വലിയ കൂട്ടം ആൾക്കാർ താഴെത്തട്ടിലുള്ള ഒരു പ്രസ്ഥാനമാണ് BJP. ഡെമോഗ്രാഫി മൊത്തം എതിരായിട്ടുള്ള ഒരു സംസ്ഥാനം. പൊളിറ്റിക്കലും അതെ, റിലീജിയസ് വൈസ് ഒക്കെ കൃത്യമായിട്ടുള്ള ഓരോ മതത്തിൻ്റെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് വെച്ചിട്ട് എങ്ങനെ അതിൽ നിന്ന് എങ്ങനെ വിവക്ഷിക്കാം എന്നാണ് അവർ കൂടുതലായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കുന്നത്. അവർക്ക് അതല്ലാത്തൊരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ BJPയുടെ സംഘടനാ തലത്തിലും അതുപോലെ തന്നെ പ്രവർത്തന ശൈലിയിലും വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ്. ഒബിയസ്ലി കേരളത്തിൽ BJPക്ക് വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു തീരുമാനം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനും അവകാശപ്പെടാനില്ലാത്ത അത്ര ഡെപ്തിലുള്ള ട്രാക്ക് റെക്കോർഡാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരെ ഇവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഗെയിം പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖറിന് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ എല്ലാവരെയും കൂട്ടി നിർത്തി ഒരു പുതിയ രീതിയിൽ BJPയെ കേരളത്തിൽ നയിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു BJP മുന്നിലോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് ക്ലിയർ കട്ടായിട്ട് ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ്. അപ്പോൾ പ്രവർത്തകർക്ക് യാതൊരു തരത്തിലുള്ള കുറവും BJPക്ക് ഒരു കാലഘട്ടത്തിലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദിയുടെ അധികാരമോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭരണമോ ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലും ഇവിടെ BJP എന്ന് പറയുന്നത് ഒരു ശക്തിയായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. ഹരിച്ചേട്ടാ, രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ BJPയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കൺവെൻഷണൽ സ്കൂളിൽ നിന്നുള്ള ആളിൽ നിന്ന് മാറി ഒരു എന്താ പറയുക നൂതനമായ ഒരു രീതിയിലേക്കാണ് BJPയുടെ എന്താ പറയുക ഒരു മാറ്റം വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് വന്ന ആളല്ല. അദ്ദേഹം ആ ലിസ്റ്റിലുണ്ടായിരുന്നു. കുറെ കാലങ്ങളായി അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചു. മൂന്നാം മോഡി സർക്കാരിൽ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള, ഇതിനു മുമ്പ് ട്രാക്ക് റെക്കോർഡുള്ള, പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള, ഈ IT മിനിസ്ട്രിയൊക്കെ കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ മൂന്നാമത്തെ മറ്റേ മോഡി മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തി. അപ്പോൾ ഈ മാറ്റി നിർത്തിയ സമയത്ത് തന്നെ നമ്മളെ പോലുള്ള പല ആൾക്കാർക്കും തോന്നിയിരുന്നു ഇത് അദ്ദേഹത്തിന് എന്തോ ഒരു വലിയ ചുമതല പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തുക എന്നുള്ളത്. കാരണം ഇതിനു മുമ്പത്തെ 2 മിനിസ്ട്രിയിലും, അതായത് രണ്ടാമത്തെ മിനിസ്ട്രിയിലാണ് അദ്ദേഹം മന്ത്രിയാവുന്നത്. അപ്പോൾ രാജ്യസഭയിലേക്കാണ് വരുന്നത് ആദ്യമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മോഡി ഉപേക്ഷിച്ചതല്ല എന്നുള്ളത് തീർച്ചയായിരുന്നു. അപ്പോൾ എന്താണ് അടുത്ത അദ്ദേഹത്തിന്റെ ഉദ്യമം അദ്ദേഹത്തിന് നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ അതിനുശേഷവും അദ്ദേഹം തിരുവനന്തപുരത്ത് തോറ്റതിന് ശേഷവും ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം കേരളത്തിലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ കേരളവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക റാപ്പോ അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴാണ് ഈ അദ്ദേഹത്തിൻ്റെ പേര് ഈ പറയുന്ന ലിസ്റ്റിലേക്ക് വരുന്നത്. പക്ഷേ ലാസ്റ്റ് സമയത്ത് ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് വീണ്ടും സുരേന്ദ്രൻ തന്നെ 26 വരെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പക്ഷെ സർപ്രൈസ് എന്നുള്ള നിലയ്ക്ക് നോക്കിയാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ആ ഒരു എന്താ പറയുക പെട്ടെന്നുള്ള ഒരു പ്രഖ്യാപനമായിട്ട് നമുക്ക് കാണാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJPയുടെ സംഘടനാ തലത്തിലും അതുപോലെ തന്നെ പ്രവർത്തന ശൈലിയിലും വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ്. അപ്പം അതിനെ നമുക്കിപ്പോൾ വളരെ ലൈറ്റായിട്ട് നോക്കിയാൽ ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം ക്ലിയർ കട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഫറൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ക്ലിയർ കട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലാണ് ആദ്യമായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ അദ്ദേഹത്തിനോട് കൺവെൻഷനൽ ആയിട്ടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇതിനെങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും കൃത്യമായിട്ടുള്ള ഓരോ മതത്തിന്റെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് വെച്ചിട്ട് എങ്ങനെ അതിൽ നിന്ന് എങ്ങനെ വിവക്ഷിക്കാം എന്നാണ് അവർ കൂടുതലായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കുന്നത്. അവർക്ക് അതല്ലാത്തൊരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
അപ്പോൾ സെയിം ആ ഒരു ആംഗിളിൽ ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ പറയാൻ താല്പര്യമില്ല, ഞാൻ അങ്ങനത്തെ ഒരു പൊളിറ്റിക്സിനല്ല കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്, ക്ലിയർ കട്ടായിട്ട് ഒരു ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് ആണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ മുന്നിലോട്ട് വെക്കുന്നത്. ഇപ്പോൾ മോഡി ഗുജറാത്തിലായാലും ശരി, ഇപ്പോൾ യു പിയിലായാലും ശരി, മറ്റുള്ള ഇപ്പോൾ ഡൽഹിയിലായാലും ശരി, BJP മുന്നിലോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ക്ലിയർ കട്ടായിട്ട് ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ അത്തരത്തിൽ BJP പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ഡെമോഗ്രാഫിക് സിറ്റുവേഷൻ അനുസരിച്ച് ഇവിടെ എപ്പോഴും SNDPക്ക് ഇത്ര ശതമാനം വോട്ട്, നായർക്ക് ഇത്ര ശതമാനം വോട്ട്, മുസ്ലിമിന് ഇത്ര, ക്രിസ്ത്യാനി ഇത്ര. അപ്പം ഇനി BJPക്ക് ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടിയാൽ മാത്രമേ ഇവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. BJP ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ എപ്പോഴും അകറ്റി നിർത്തുന്ന ഒരു പാർട്ടിയാണ്. ഇത്തരത്തിലൊക്കെയാണ് ഇവിടുത്തെ ഒരു നരേഷൻ അല്ലെങ്കിൽ ചിന്താഗതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് ബിഗിനിങ്ങിൽ തന്നെ കേരളത്തിലെ ജനതയ്ക്ക്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക്, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതി ആലോചിച്ചറിയാലോ, നമ്മുടെ ഇവിടെ യുവതലമുറ ഒട്ടും കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. അവരെ അറ്റ്ലീസ്റ്റ് ബാംഗ്ലൂരിലേക്കെങ്കിലും മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും. അപ്പോൾ അത്തരം ആളുകളുടെ മസ്തിഷ്കത്തിലേക്ക് ഒരു പുതിയ തോട്ട് പ്രോസസ്സ് ഇട്ട് കൊടുക്കുകയാണ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹം രണ്ടാമതായിട്ട് എടുത്ത ഒരു നിലപാട്, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രസ് മീറ്റ് നടത്തുക, മീഡിയകളെ കാണുക, അന്നന്ന് നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ട് സംസ്ഥാന അധ്യക്ഷൻ ബ്രീഫ് ചെയ്യുക, അതിൽ നിന്ന് ഇവർ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അത് ഇത്തരത്തിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്ത് ബ്രേക്കിംഗ് കൊടുക്കുക, ഇതിനൊക്കെയുള്ള സാഹചര്യവും സാധ്യതയും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുക. അത് അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു സ്റ്റെപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. സംസ്ഥാന അധ്യക്ഷൻ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള കുറേ ലീഡേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ ഓരോ ലീഡേഴ്സിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ കുട്ടികളുടെയും വനിതകളുടെയും കാര്യമാണ് അവർക്ക് മന്ത്രിസ്ഥാനങ്ങൾ പോലെ തന്നെ പാർട്ടിയിലും കൃത്യമായിട്ട് അങ്ങനെ ഏരിയ തിരിച്ച് ഇപ്പോ മറ്റേ സുധീർ അദ്ദേഹത്തിന് SC/ST പട്ടികജാതി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ സുരേന്ദ്രൻ അദ്ദേഹം ആഭ്യന്തരവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലേക്ക് ആണ് നിയമിതനായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഏരിയ അദ്ദേഹം സംസാരിക്കുന്നു. മുരളീധരൻ പൊതുവായിട്ടുള്ള മറ്റേ ഇവിടുത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒബിയസ്ലി ഇതൊരു കളക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഏരിയയിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലേക്ക് ഇത് മാറുന്നു. സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ കട്ടായിട്ട് എപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ വരികയും ഇവിടുത്തെ ഓരോരോ ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുകയും കോൺട്രവേഴ്സി ഉണ്ടാക്കുകയും പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന, മാധ്യമങ്ങൾ പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി കൃത്യമായിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ സംസാരിക്കേണ്ടവർ നിങ്ങളോട് പ്രസന്റ് ചെയ്യും. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ പ്രത്യക്ഷപ്പെടും എന്നുള്ളൊരു രീതിയിലേക്ക് അദ്ദേഹം, അതാണ് ഞാൻ കാണുന്ന രണ്ടാമത്തെ മാറ്റം. ഇനി മൂന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹം ഇതിനോടകം തന്നെ പറഞ്ഞത് കേരളത്തിൻ്റെ വികസനത്തെ പറ്റിയിട്ടാണ് ഞങ്ങൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിൽ എന്താണ് ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ആൾക്കാരാണ്. ഫോർ അബൌട്ട് 60 to 75% ആൾക്കാർ ഐതർ ഒരു ഇടതുപക്ഷ ചായ്വ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വലതുപക്ഷ ചായ്വ് ഉണ്ടാവും. ഈ വലതുപക്ഷത്തിൽ തന്നെ കോൺഗ്രസ്സുകാരാണ് കൂടുതൽ, BJPക്കാരായിട്ട് ഒരു 15-20% ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ആളുകൾ എന്തു കൊള്ളരുത് അത്തരം ചെയ്താലും അതിനെ ന്യായീകരിക്കുക, അതിനെ വെള്ളപൂശുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതു പൊളിറ്റിക്സ്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്സിലേക്ക് ഇതുവരെ കേരളം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയത്തെ ഹൈലൈറ്റ് ചെയ്യുക, അതാണ് അദ്ദേഹം ചെയ്ത ഈ ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ്. അത് മോഡി അതിൻ്റെ എക്സാമ്പിളാണ്, മറ്റേ ഗുജറാത്ത് അതിൻ്റെ എക്സാമ്പിളാണ്. ഇനി മറ്റേ BJP ഭരിക്കുന്ന ഒട്ടനവധി സ്റ്റേറ്റുകളിൽ ഇത്തരത്തിലുള്ള അപ്രോച്ച് BJP എടുക്കുന്നുണ്ട്. ഈവൻ തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള മറ്റേ ഇതുകളുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ നാട്ടിലെ ആളുകൾ, നമ്മളുടെ നാട്ടിലെ എൻ്റെ അഭിപ്രായത്തിൽ 2 തരം ആൾക്കാരെയാണ് BJPക്ക് ഇനി സ്വാധീനിക്കേണ്ടത്. മതത്തിൻ്റെ എലിമെന്റിൽ നിന്ന് മാറി, മതം എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി ക്രിസ്ത്യൻസിനെ സ്വാധീനിച്ചാൽ മാത്രമേ ഇനി ജയിക്കാൻ പറ്റുള്ളൂ എന്നാണ് പൊതുവായിട്ട് വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ മതം എന്ന് പറയുന്ന എലിമെന്റിൽ നിന്ന് മാറി ചിന്തിച്ചാൽ 2 തരത്തിലുള്ള ആൾക്കാരെയാണ്. ഒന്ന് പ്യൂർ രാഷ്ട്രീയമുള്ള ആൾക്കാരെ,
രണ്ട് അരാഷ്ട്രീയക്കാരെ. അരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരൊക്കെ അതെ, എല്ലാവരും പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് അഭിമാനകരമായി കാണുന്ന ഒരു ജനറേഷൻ ഉണ്ട് നമുക്കിപ്പോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരൊരിക്കലും ഒരു പൊളിറ്റിക്കൽ ആംഗിളിലുള്ള ചിന്തയോ അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ ഇൻട്രസ്റ്റ് വിഷയമായിട്ട് കണക്കാക്കുന്ന ആൾക്കാരല്ല. ഞാൻ പറയുന്നത് ഈ ഇൻസ്റ്റാ കുട്ടികളെയാണെന്ന് പറയുന്നത്. ഒരു 18+2 25 അല്ലെങ്കിൽ 30യുടെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ അവര് വൈബും തന്ത വൈബും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ റേഞ്ച് കളികൾ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത്തരം ആൾക്കാരെ അല്ലെങ്കിൽ ആ ഒരു യങ് ജനറേഷൻ UK അല്ലെങ്കിൽ ഇറ്റലിയിലും ജർമ്മനിയിലൊക്കെ ഉള്ള ജീവിതം സ്വപ്നം കണ്ട് സ്വീഡനിലേക്ക് പോകണം, ബാംഗ്ലൂർക്ക് പോകണം, ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരെ ഇവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഗെയിം പ്ലാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖറിന് പ്രസന്റ് ചെയ്യാൻ സാധിച്ചാൽ ഒബിയസ്ലി ഈ അരാഷ്ട്രീയവാദം കൊണ്ട് നടക്കുന്ന ആ ഒരു കാറ്റഗറിനെ അവർക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് അവര് CPM എന്നോ CPI എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്നുള്ള അത്തരത്തിലുള്ള ചിന്ത ഉള്ളവരല്ല. അപ്പൊ അവർക്ക് വേണ്ടതായിട്ടുള്ള സാധനം കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ ആ ഒരു ആംഗിളിൽ അതിന് പറ്റിയ ആളാണ് ഇദ്ദേഹം. കാര്യം ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനും അവകാശപ്പെടാനില്ലാത്ത അത്ര ഡെപ്തിലുള്ള ട്രാക്ക് റെക്കോർഡാണ്. അപ്പോൾ മറ്റേ അത്തരത്തിലുള്ള ഒരാള് ഇതിനു മുമ്പ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഹിസ്റ്ററി ആയാലും ശരി, അതിനുശേഷം വന്നിട്ട് ഇവിടെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആയാലും ശരി, ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ റൺ ചെയ്തിട്ടുള്ള സക്സസ് സ്റ്റോറീസ് ആയാലും ശരി, ഏതൊരാൾക്കും ആസ് എ ബിസിനസ്മാൻ ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ശശി തരൂർ എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ഒരു മമത, പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു റോൾ മോഡലാക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോട് കൂടിയിട്ട് പറയാവുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ബിയോണ്ട് പൊളിറ്റിക്സ് അദ്ദേഹത്തെ നമ്മൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ബഹുമാനം നമുക്കുള്ളത്. അത്തരത്തിലുള്ള ഒരു ബഹുമാനം കിട്ടാൻ സാധ്യത ഏറെയുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഒബിയസ്ലി കേരളത്തിലെ BJPക്ക് വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഇനി അവസാനമായിട്ട് 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സംഘടനാ തലത്തിൽ കൊണ്ടുവരുന്ന മാറ്റമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു 30 പുതുമുഖങ്ങളെയാണ് സംസ്ഥാന സമിതിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ അത് സാധാരണഗതിയിലെ ഒരു പ്രസിഡന്റും വന്ന ഉടനെ, പ്രത്യേകിച്ചും ഒരു ഗ്രൗണ്ടും ഇല്ലാത്തൊരു സ്ഥലത്ത്, അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പാർഷ്യൽ മലയാളി എന്നൊക്കെ വേണമെങ്കിൽ, പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ മലയാളിയാണ് എന്ന് മാത്രം, തപ്പിന്തരടിയൊക്കെയാണ് അദ്ദേഹം മലയാളം പോലും സംസാരിക്കുന്നത്. അപ്പോൾ ഡെമോഗ്രാഫി മൊത്തം എതിരായിട്ടുള്ള ഒരു സംസ്ഥാനം. ഇപ്പോൾ പൊളിറ്റിക്കലും അതെ, ഈ റിലീജിയസ് വൈസൊക്കെ സെറ്റ് ബാക്സ് നേരിടുന്ന ഒരു പ്രസ്ഥാനത്തെ മുന്നിലോട്ട് നയിക്കുന്ന സമയത്ത് സംഘടനാ തലത്തിൽ പോലും ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള മെസ്സേജ് കൊടുക്കത്തക്ക രീതിയിലുള്ള എന്താ പറയുക സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പഴയ സീനിയർ ലീഡേഴ്സിനെ കൂടെ നിർത്തുന്നു. ഇപ്പം ഈ പറയുന്ന 30 പേരെ സജസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് AN രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെയാണ് അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മെസ്സേജ് ഈസ് ക്ലിയർ. എല്ലാവരെയും കൂട്ടി നിർത്തി ഒരു പുതിയ രീതിയിൽ BJPയെ കേരളത്തിൽ നയിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതുവരേക്കുള്ള പെർഫോമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഇദ്ദേഹത്തെ 2ാമത്തെ ഒരു മോദി മന്ത്രിസഭയിലെടുത്ത സമയത്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ചെറിയ മീനല്ല എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ കൊടുത്തിട്ടുള്ളത്, തമ്പന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം തീർത്തും ഒരു ചെറിയ മീനല്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ ഫുൾ സപ്പോർട്ടും അദ്ദേഹത്തിന് ഉണ്ട്. അവരും എന്തൊക്കെയോ കേരളത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം. ഈവൻ ശോഭാ സുരേന്ദ്രനെയും മുരളീധരനെയും ഇപ്പോൾ MT രമേശൊക്കെ തീർത്തും സംസ്ഥാന അധ്യക്ഷ പദവിക്ക് യോഗ്യനായിട്ടുള്ള ആൾ തന്നെയാണ്. എത്രയോ വർഷമായിട്ട് സംഘടനാ സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള ആളാണ്. അപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി പുതിയൊരാളെ അവിടെ അവരോധിക്കുന്നു എന്നുള്ളതിൽ കേന്ദ്രത്തിനും കേരളത്തിനെ സംബന്ധിച്ച് എന്തോ പ്ലാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇപ്പം നമ്മൾ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൃത്യമായി അദ്ദേഹത്തിന് ഒരു പ്ലാൻ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി എല്ലാ മണ്ഡലങ്ങളിലെയും ചെന്നിറങ്ങി അവിടുത്തെ എല്ലാ നേതാക്കളുമായി പരമാവധി പരിചയപ്പെടാൻ അല്ലെങ്കിൽ അവരുമായി ഒരു ബന്ധം പുലർത്താൻ ഞാൻ ശ്രമിക്കും, അതിനുവേണ്ടി കൃത്യമായ ആളുകളെ ഏർപ്പാടാക്കുന്നു, ഒരു 15 ദിവസത്തോളം നീളുന്ന ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു. വന്ന് തുടങ്ങിയ സ്ഥലത്ത് തന്നെ കൃത്യമായ ആളുകളുമായി ഒരു ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധിക്കുന്നത്. അത് ശരിക്കും BJPക്ക് വലിയ രീതിയിൽ ഗുണകരമാകുമെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കുന്ന വലിയൊരു പരാതി അല്ലെങ്കിൽ ഒരു കളിയാക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ട്രോൾ എന്നൊക്കെ ഇപ്പോഴത്തെ ഭാഷയിൽ പറയുമെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് സ്വന്തം ഹിസ്റ്ററി പോലും നോക്കി വായിക്കേണ്ട അവസ്ഥയുള്ള ആളാണ്. അദ്ദേഹത്തിനൊക്കെ എങ്ങനെയാണ് ഇത് മുന്നിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം നമ്മളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളല്ല. അപ്പോൾ മേ ബി ഇപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ സുരേന്ദ്രൻജി ആയിക്കോട്ടെ, മറ്റേ MT രമേശ് ആയിക്കോട്ടെ, അവരൊക്കെ യുവമോർച്ചയിൽ നിന്ന് ആരംഭിച്ച് അതിന് മുമ്പ് സംഘത്തിൽ നിന്ന് ആരംഭിച്ച് യുവമോർച്ചയിൽ നിന്ന് ആരംഭിച്ച് പിന്നെ പടിപടിയായിട്ട് സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി വരെയൊക്കെ എത്തിയിട്ടുള്ള നേതാക്കന്മാരാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഒട്ടുമിക്ക നേതാക്കന്മാരുടെയും ഒരു ഹിസ്റ്ററി അത്തരത്തിലാണ്. ഇദ്ദേഹം രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ നൂലിൽ കെട്ടി ഇറക്കിയ ഒരു പ്രസിഡന്റ് എന്നുള്ളതാണ് ആദ്യമേ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള എതിർപക്ഷക്കാർ ഉന്നയിച്ചിട്ടുള്ള വിഷയം. അത് മറികടക്കാനാണ് അദ്ദേഹം ഈ താഴെ തട്ടിലുള്ള പ്രവർത്തകരോട് ഈ BJPക്ക് കേരളത്തിലെ BJPയുടെ ഒരു സ്റ്റാറ്റസ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തും കൊടുത്ത് പ്രസ്ഥാനത്തെ നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്തിക്കാൻ മാനസികമായിട്ട് തയ്യാറായിട്ടുള്ള ഒരു വലിയ കൂട്ടം ആൾക്കാർ താഴെത്തട്ടിലുള്ള ഒരു പ്രസ്ഥാനമാണ് BJP. നമ്മളൊക്കെ എത്രയോ വർഷങ്ങൾ തോൽക്കുന്നതും തോറ്റതും വീണ്ടും തോൽക്കുന്നതൊക്കെ കണ്ട് അത് മാത്രം ശീലിച്ച് അത് മാത്രം അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ പിന്നെയും അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ വീണ്ടും സജീവമാവുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സജീവമാകുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ പ്രവർത്തകർക്ക് യാതൊരു തരത്തിലുള്ള കുറവും BJPക്ക് ഒരു കാലഘട്ടത്തിലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ മാരാർജിയുടെ കാലം തൊട്ടിങ്ങെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ അധികാരമോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭരണമോ ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലും ഇവിടെ BJP എന്ന് പറയുന്നത് ഒരു ശക്തിയായിട്ട് തന്നെ നിന്നിട്ടുണ്ട്.